Dreaming to study abroad? Enroll with EdRoots. EdRoots, your route to international education. Q Studio presents Wildfire with Team Nariveta in association with EdRoots at Tarang 2025. മിന്നൽ മുരളിയൊക്കെ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇവരൊക്കെ വലുതാവുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രൈമിലേക്ക് എത്താൻ പോകുന്നത്. ഈ സിനിമയുടെ കഥ ഇഷ്ടമായി. അതെനിക്ക് ഭയങ്കര എന്നെ ഇമോഷണലി മൂവ് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. അത് പറയപ്പെടേണ്ട, സിനിമയാക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന്, അത്രയും ഇമോഷൻസ് അതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നി. ഒരു താരമായി അറിയപ്പെടാനാണോ ഒരു സ്റ്റാറായി അറിയപ്പെടാനാണോ ഇഷ്ടം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു തരാം. വർഗീസ് പീറ്ററിൻ്റെ സംഘർഷങ്ങളും വർഗീസ് പീറ്റർ അയാളുടെ യാത്രയിൽ അയാൾ ഒരു പോലീസ് ഓഫീസർ ആകുന്നതും അയാളുടെ കയ്യിലേക്ക് അധികാരം വരുന്നതും അധികാരം എങ്ങനെയാണ് അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും ആ അധികാരം യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുള്ളി പോയി പെടുന്ന വലിയ ഇവൻറ്റുകളിൽ അയാൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റഡ് ആവുന്നതെന്നും അങ്ങനെ നിരവധിയായിരുന്ന ലെയറുകളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഒരു സിനിമയാണിത്. അന്ന് അനുരാജ് ആദ്യത്തെ സിനിമ ആലോചിച്ചിട്ടില്ല. And the movies come out really good. ഞാൻ ഓവർ എക്സാജറേറ്റ് ചെയ്ത് തള്ളുക എന്ന് പറയും, ബട്ട് ദ മൂവീസ് കം ഔട്ട് റിയലി വെൽ. ആൻഡ് ടൊവിയുടെ സമീപകാലത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസിൽ ഒന്നാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാറ്റിനുമെയ്യാൻ മഴമേഘം, കോടയ്ക്കുറങ്ങാൻ മലമേട്, ഈണത്തിനൂറ് മുളങ്കാട്, ഓരിക്കു ദേശമിരുട്ട്. As part of Prime Labs, we are providing tickets for all our employees to watch this movie. Oh, thank you, sir. Thank you, sir. Thank you very much. മറ്റു കമ്പനികളൊക്കെ കണ്ടു. അതെ, നരിവേട്ട കാണണം എന്ന് തെലുങ്കിലൊന്ന് പറയാമോ? ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ ഓഡിയൻസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ തെലുഗു അറിയാം? ഒന്ന് കൈമുഖം. ഓക്കെ, എന്നാ ഞാൻ പറയുന്നില്ല, കുറെ ആൾക്കാർക്ക് അറിയാം. എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയായി എന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അടിയിടി സിനിമ ഒരിക്കലും ആയിരിക്കില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു കഥപ്പടവും ആ കഥപ്പടവും കൊണ്ട് വല്ല ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിലൊക്കെ പോവുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. യെസ്, ഫൈനലി നമ്മുടെ ഗസ്റ്റുകളിവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ സിനിമയെ പറ്റിയാണ്. സോ നമുക്ക് ചെറിയൊരു സംവാദത്തിലോട്ട് കടക്കാം. ഞങ്ങൾ ഈ സിനിമയെ പറ്റി കൂടുതൽ അറിയാൻ ഉള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാം. ഓവർ ടു യു ടൊവി എന്ന് വിളിച്ചോട്ടെ, സ്നേഹത്തോടെ. അങ്ങനെ വരുന്നുള്ളൂ. സ്നേഹത്തോടെ ആണെങ്കിലും ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത്രയും ഒച്ച കേട്ടപ്പോൾ മനസ്സിലാക്കണം ടൊവിനോ ഫാൻസിന്റെ ഒരു പവർ. അപ്പോൾ ഓരോ ടൊവിനോ ഫാനും ആഗ്രഹിച്ച ഒരു സിനിമയാണെന്ന് ഈ ട്രെയിലറിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, വെടിവെപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഡീപ്പ് റൂട്ടഡ് പെർഫോമൻസ് ആയാലും എനിക്ക് തോന്നുന്നു ടൊവിയുടെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് കാണാൻ ഞങ്ങൾ ഫാൻസ് എല്ലാം വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റിയും ക്യാരക്ടറിനെ പറ്റിയും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളുടെ തരംഗ് എന്നുള്ള ഈ ഒരു നിങ്ങളുടെ ടെക്കി യൂത്ത് ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ സീസണിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ് ഹിയർ. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ 3 വർഷമായിട്ട് ഇത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഇനിയും ഗംഭീരമായിട്ട് നിങ്ങൾ തുടർന്ന് നടത്തണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, നമ്മളൊരു ക്യൂബിക്കലിനകത്ത് സ്റ്റക്കായി പോയി ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഞാനും ഈ ടെക്കി ആയിരുന്ന കൂടി എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നമുക്കെല്ലാം ജീവിതത്തിൽ ത്രൂ ഔട്ട് ആ സഹൃദയത്വം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഒരു 15 ദിവസം നിങ്ങൾ മാറ്റിവെച്ച് ആ 15 ദിവസം ഈ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് എല്ലാവർക്കും ഒരു വേദി ഒരുക്കി 100ഓളം കലാപരിപാടികൾ എല്ലാവരും അവതരിപ്പിച്ച്
ഒരു വലിയ ആഘോഷമായിട്ട് ഇത് നടത്തുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ടെക്കി ലൈഫിൽ നിങ്ങൾക്ക് ഡെഡ് ലൈൻസും വർക്ക് പ്രഷറും ഒക്കെ ഉള്ള സമയത്ത് ഇത് നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് ആവും എന്ന് ഞാൻ കരുതുന്നു. ഇത് തുടർന്നും കുറേ കാലങ്ങൾ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഈ സിനിമയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇത് ഇപ്പം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ, ഇതിൻ്റെ പാട്ട് കണ്ടപ്പോഴൊക്കെ ഈ സിനിമ ഏകദേശം ഏത് രീതിയിലുള്ളൊരു സിനിമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തൊക്കെ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഈ സിനിമയിൽ നിന്ന് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുക കഴിയുമെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻസിനും മുകളിൽ എത്തുക എന്നുള്ളതാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹവും അതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയും. അതിനു വേണ്ടിയിട്ടാണ് അവസാനഘട്ട ജോലികളുടെ ഓട്ടങ്ങളിലാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ പ്രമോഷനും നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉള്ളത്. ഇതങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിൻ്റെ മാത്രം ഒരു ഷോട്ട് ബൈ ഷോട്ട് റീക്രിയേഷൻ അല്ല. ഇതെന്ന് പറയുന്നത് പല ഇൻസിഡൻറ്റുകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കൂടെ ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കുറച്ച് ഫിക്ഷനും ഒക്കെ ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു സിനിമ ആസ്വാദകർക്ക് ആസ്വദിക്കാനാവുന്ന, എന്നാൽ അതേസമയം നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ത്രൂ ഔട്ട് സ്ക്രീനിൽ നിങ്ങളുടെ കണ്ണുകൾ ഗ്ലൂഡാക്കി വെക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി മറന്നു പോകാതെ ഈ സിനിമ ഒരുപക്ഷെ നിങ്ങളെ കുറച്ച് ചിന്തിപ്പിച്ചേക്കാം, ചിലപ്പോൾ ഹോണ്ട് ചെയ്തേക്കാം. അങ്ങനെയുള്ളൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ആശയമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പങ്കുവയ്ക്കുന്നത്. സിനിമ ഫിക്ഷൻ ആണെങ്കിലും ഇതിനകത്ത് ഞങ്ങളുടെ ആശയം അത് വളരെ റിയലാണ്, വളരെ സത്യസന്ധമായിട്ടുള്ള ഒന്നാണ്. ഓവർ ടു ദ ഡയറക്ടർ. ഈ സിനിമ വളരെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് നോക്കി തോന്നുന്നു ഇത്രയും ടെക്കീസിനെയും ഇത്രയും യങ് ക്രൗഡിനെയും കിട്ടിയപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. സർ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. നമ്മുടെ പ്രൊമോഷൻ ജോലികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇത്രയും വലിയ ക്രൗഡിന് മുമ്പിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. ഈ സിനിമ നരിവേട്ട എന്നുള്ള ഈ സിനിമ ഏതാണ്ട് 2-3 വർഷത്തെ നമ്മുടെ ടീമിൻ്റെ പരിശ്രമ ഫലമായി 16-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. വർഗീസ് പീറ്റർ എന്ന കഥാപാത്രത്തിൻ്റെ യാത്രയോടൊപ്പമാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. വർഗീസ് പീറ്ററിൻ്റെ സംഘർഷങ്ങളും വർഗീസ് പീറ്റർ അയാളുടെ യാത്രയിൽ അയാൾ ഒരു പോലീസ് ഓഫീസർ ആകുന്നതും അയാളുടെ കയ്യിലേക്ക് അധികാരം വരുന്നതും അധികാരം എങ്ങനെയാണ് അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും ആ അധികാരം യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുള്ളി പോയി പെടുന്ന വലിയ ഇവൻറ്റുകളിൽ അയാൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റഡ് ആവുന്നതെന്നും അങ്ങനെ നിരവധിയായിരുന്ന ലെയറുകളുള്ള കോൺഫ്ലിക്റ്റുകളുള്ള ഒരു സിനിമയാണിത്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൂടെ നമ്മളിത് ചർച്ച ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഞങ്ങൾ ഇത്രയും പേര് എന്തായാലും കാണും, അത് ഉറപ്പാണ്. യെസ്, ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ വളരെ സ്ട്രോങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ, അല്ലേ? സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഇത്രയും വെയിറ്റ് ഷോൾഡറിലുണ്ട് ചെറുതായിട്ട്, അല്ലേ? വലുതായിട്ട് തന്നെ ഉണ്ട്. എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല, എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, കുറെ ഇമോഷൻസ് ഇങ്ങനെ വരുന്നു. ഈ കഥാപാത്രം ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്, അല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ റിയൽ ലൈഫ് എന്ന് പറയുന്നില്ല, നമുക്ക് കുറച്ച് റെഫറൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന ഒരാളെന്ന് മാത്രം നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നത്തെ അനീതിക്കും അക്രമത്തിനും ഇതുപോലെ തന്നെ എന്താ പറയാ, കാഷ്വാലിറ്റിക്ക് എതിരെ ശബ്ദമുയർത്തിയ ഇപ്പോൾ ഗൗരിയമ്മ, അജിത, അപ്പോല ജാനു മാം, അങ്ങനെ കുറെ പേരുടെ റെഫറൻസ്, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ ആണ്, അല്ലേ? അതിൽ കൂടുതലും ആൾക്കാർ ഒരാളോട് ഉപമിക്കുന്നുണ്ട്, ഇപ്പൊ ജാനു മാമിനോട്. അതിന് സന്തോഷം. നേരത്തെ ടെക്കി ആയിരുന്ന ഒരു കാലത്തെ പറ്റി പറഞ്ഞില്ലേ, അന്ന് ഈ ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കാൻ മാനേജറുടെ തെളിയൊക്കെ കേട്ട് ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ 1 വർഷത്തോളം, ഒരു 11 മാസത്തോളമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ കോഗ്നിസെന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട്
വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലമായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ അനുഭവം അങ്ങനെയാണ്. പക്ഷെ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനായിട്ട് ആഗ്രഹിച്ചിരുന്നുമില്ല. അങ്ങനെ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ സ്കില്ലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ എനിക്ക് എത്താവുന്നതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് എന്താണ്? നമ്മുടെ പാഷനിലേക്ക് ഇതിൽ എനിക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് എത്ര വലുതാവാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ ഫ്യൂച്ചറൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ്ലെസ് ആയിരുന്നു. എനിക്ക് ആ ക്യൂബിക്കിളും ഒരു കമ്പ്യൂട്ടറും ഒരു ഫോണും മാത്രമാണ് തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്ന് എനിക്കത് ഭയങ്കര, ഞാൻ അതിനകത്ത് ഭയങ്കര അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, അത്ര ഇതായിരുന്നില്ല, റെസ്റ്റ്ലെസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോഗ്നിസന്റ്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ഞാൻ ടച്ചിലുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും ഇപ്പോഴും കോഗ്നിസന്റിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനും ഒരു ടെക്കി ആയിരുന്നു. ചേട്ടൻ ഇവിടെ ഇൻഫോപാക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വിഷ്വൽ ഐക്യു എന്നായിരുന്നു ആ കമ്പനിയുടെ ആദ്യത്തെ പേര്. പിന്നീട് അത് നീൽസൺസ് അക്വയർ ചെയ്തു. അപ്പോൾ ചേട്ടൻ ഒരു 10 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷന് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഞാൻ വരാറുണ്ട്. സിനിമയിൽ കയറുന്നതിന് മുമ്പും അതിന് ശേഷമൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പരിചിതമായിട്ടുള്ള സ്ഥലമാണ് ഇൻഫോപാർക്ക്. അതാണ് കോർപ്പറേറ്റ് ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദി എഡിറ്റർ ഓഫ് ദ മൂവി ഷമീർ മുഹമ്മദ്. ഒരു സിനിമയുടെ അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ സിനിമയുടെ മാജിക് പിറവി എടുക്കുന്നത്, എനിക്ക് ഫേസ് കാണുന്നില്ല, എഡിറ്റിംഗ് ടേബിളിലാണെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ എഡിറ്റിംഗ് മാജിക്, ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ്, മാർക്കോ, രേഖാചിത്രം, അങ്ങനെ ഹിറ്റ്സിന് ശേഷം വരുന്നൊരു സിനിമയാണ്. സോ ടെൽ us about your magic. അതെ, ARMനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ ഡൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. സോ എന്താണ് ആ മാജിക്? താങ്കളുടെ ആ ഒരു ഭാവന വികസിക്കുന്നത് എപ്പോഴാണ്? ഭാവന വികസിക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പോഴാണ്. നരിമേട്ടൻ്റെ 50ാമത്തെ ചിത്രമാണ്. സോ ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ടോവി ആയാലും അനുരാജ് ആയാലും ടിപ്പു, ഷിയാസ്ക, ജെയ്ക്സ്, അബിൻ. സോ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു, ഭാവനയുടെ കാര്യം. അങ്ങനെ ഒറ്റവാക്കിൽ പറയരുത്, ഒരുപാട് അസ്പയറിംഗ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ഈ ഗ്രൂപ്പിൽ ഉണ്ടാകും. സോ അല്ല, ഞാനെപ്പോഴും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഡിറ്റിന് മുമ്പ് വായിച്ചു തീർക്കും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റ് നോക്കാറില്ല. എനിക്ക് കിട്ടിയ റഷിൽ നിന്നും ആ സ്ക്രിപ്റ്റിൽ ഉള്ളതോ അതിനൊക്കെ ബെറ്ററായ ഒരു കഥ ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നരേഷൻ ഉണ്ടാകും. അത് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറില്ല. സ്ക്രിപ്റ്റിൽ എപ്പോഴും അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. ഓക്കെ, സോ എഡിറ്റേഴ്സ് പ്ലീസ് മേക്ക് നോട്ട് ഓഫ് ദിസ് അല്ലേ? ഓക്കെ, ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരില്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല. ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ മൂവി ആൻഡ് അവരെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നത് ഷിയാസ് ഹസൻ ആണ്. എൻ്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പീപ്പിളിനെയാണ് ഹയർ ചെയ്തേക്കുന്നത്. ഇത് എന്തായിരുന്നു മനസ്സിൽ? ഇത്ര എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ തന്നെ വേണം എൻ്റെ സിനിമയ്ക്ക് എന്നുള്ള ഒരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നോ? ഇത് ഞങ്ങളുടെ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ സിനിമ തന്നെ വലിയ താരങ്ങളായ ടൊവിനോ, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചതിന് വലിയ കാര്യമാണ്. അപ്പോൾ അനുരാജ് നമ്മളോട് കഥ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ പടം ഓണാക്കി. അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നാണ് എല്ലാവരും ഡിസ്കസ് ചെയ്ത് ഇതിലേക്കുള്ള, ടൊവിനോ എന്തായാലും ആദ്യം തന്നെ ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താണ് ഇതാക്കിയത്. ഏതായാലും ടെൻഷൻ ഉണ്ടോ? കാരണം ബെസ്റ്റ് ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ എക്സ്പെക്ടേഷൻ ഇത്തിരി അധികം ഉണ്ടാവും. ഇല്ല, നല്ല ടീംസ് ആണല്ലോ ഷമീർ, അനുരാജ്. അതെ, നമ്മളൊരു 1000 പേരോളം പുതിയ ആൾക്കാര് ഒരുമിച്ച് ഒരു ദിവസം തന്നെ 1000-ൽ കൂടുതൽ ആൾക്കാരൊക്കെ നമ്മുടെ സെറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ ആൾക്കാർ. അത് അത്രയും നല്ല ആൾക്കാരാണ്. ആ ഒരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ തുടങ്ങിയത്. വിശ്വാസമാണല്ലോ എല്ലാം. ഓക്കെ, ആ വിശ്വാസം കോൺഫിഡൻസും എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടാകും, അത് ഉറപ്പാണ്. And now it's time to invite Q&Q Studio founder and chief editor Mr. Manish Narayanan onto the stage. With a loud round of applause. Manish and the fans ഉണ്ടെന്ന് എനിക്കറിയാം. നമസ്കാരം. ഇൻഫോ പാർക്ക് ഹൈ പിച്ചിൽ സംസാരിച്ചിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്ന്
കാണുന്ന ആൾക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ക്യൂ സ്റ്റുഡിയോയുടെ 6ാം വർഷമാണ്. കുറച്ചെങ്കിലും പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാൻ തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പേരുടെ പങ്കാളിത്തമുള്ള ഒരു ഔട്ട്റീച്ച്, പുറത്തുള്ളൊരു ക്യൂവിൻ്റെ പ്രോഗ്രാം ഇതാണെന്ന് വിശ്വസിക്കുന്നു. അതിന് നെരിവേട്ട പോലുള്ള ഏറ്റവും ഗംഭീരമാവുമെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു സിനിമയുടെ ടീമിനെ, ക്രൂവിനെ, ടൊവിയെ, അനുരാജിനെ, ജെയ്ക്സിനെ, ഷമീറിനെ, ടിപ്പുവിനെ, അബിനെ, ആര്യയെ, പ്രിയംവതി അടക്കമുള്ള എല്ലാവരെയും കിട്ടിയതിൽ ഇരിക്കുന്ന 1-2 പേര് വിട്ടുപോയിട്ടുണ്ട്, അത് കൂട്ടിച്ചേർക്കാം പിന്നീട്. അപ്പോൾ അനുരാജിനോട് ആദ്യം ചോദിക്കാൻ തോന്നുന്നു, ഈ ടൊവിയെ ശരിക്ക് നമ്മുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കുമല്ലോ പേഴ്സണലി പരിചയപ്പെടുന്നത്. അന്ന് അനുരാജ് ആദ്യത്തെ സിനിമ ആലോചിച്ചിട്ടില്ല. ടൊവി ആക്റ്റീവായിട്ട് സിനിമയിലുണ്ട്. ടൊവിനെ നായകനാക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ ഡെബ്യൂ ഫിലിമിൽ നായകനാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. നിങ്ങളൊരു കൊളാബറേഷനെ കുറിച്ച്, അത് നെരിവേട്ടയാവണം തീരുമാനിച്ചതിനെ കുറിച്ച് പറയാം. മനുഷ്യനെ പറഞ്ഞ പോലെ തന്നെ 7th ഡേ എന്ന സിനിമയിലാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ടൊവി അതിൽ ലീഡ് റോൾ ചെയ്യുന്നു, ഞാൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ആ കാലത്ത് മുതലുള്ള സൗഹൃദമാണ്. അതിനുശേഷം ഞാൻ ആദ്യമായി ഡബ്ല്യു ചെയ്ത സിനിമ ഇഷ്ക് എന്നുള്ള സിനിമയുടെ ആദ്യത്തെ ആലോചനകൾ ടൊവിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിൽ സുരാജാട്ടനായിരുന്നു ഒപ്പോസിഷൻ ചെയ്യേണ്ടിയിരുന്നത്. അതിനുശേഷം 2021 അബിൻ്റെ ഒരു കഥ, അബിൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറായിട്ടുള്ള കഥാകൃത്തായിരുന്നു. അവൻ്റെ ആദ്യത്തെ തിരക്കഥ രൂപമാണ് നരിവേട്ട. നരിവേട്ടയുടെ ആദ്യത്തെ ആലോചനയിൽ നമ്മളൊരു ബേസിക് ക്യാപ്സ്യൂൾ രൂപം ഉണ്ടാക്കുകയും അതിൽ ഒരു തിരക്കഥ കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ടൊവി തന്നെയായിരുന്നു. ടൊവിനോനെ കാണുക, കഥ പറയുക എന്നുള്ളതാണ്. കഥ പറയുന്നതിനപ്പുറത്ത് കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതാ ഞങ്ങളുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായി ഉണ്ട് എന്നും കൂടി പറയുക എന്ന ബോധ്യത്തിലാണ് പോയത്. 2021 ആണ് കഥ പറയുന്നത്. കഥ പറച്ചിലിൻ്റെ അവസാനം നമ്മളിത് ചെയ്യുന്നു എന്ന തരത്തിൽ അതിനൊരു പോസിറ്റീവ് നോട്ടിലാണ് ടൊവി അതിനെ അവസാനിപ്പിച്ചത്. ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിനിമ മെയ് 16 റിലീസ് ചെയ്യുന്നത്. ഒരു 2019 മെയ് 17 ഇഷ്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസും കൂടി ഉണ്ട്. ഇതേ മാസം തന്നെയാണ് ഇഷ്കും റിലീസ് ചെയ്തത്. അപ്പം ടൊവിയെ പോലത്തെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനപ്പുറത്ത് ടൊവിനെ പോലത്തെ ഒരു നമ്മളെ കാലത്ത് നമ്മളെ വിസ്മയിപ്പിച്ച സിനിമകൾ ചെയ്യുന്ന നടൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും പൂർണ്ണനായ നടൻ ടൊവി തന്നെയാണെന്നാണ് ക്രാഫ്റ്റ്മാൻ എന്നുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്. ടൊവി, ഒരു കാലത്ത് നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആൾക്കൂട്ടമാണ് മുന്നിൽ നിന്നത്. ജോലി ചെയ്തിരുന്നാൽ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ആളുകളടക്കം ചിലപ്പോൾ ഉണ്ടാവാം. ഇതുപോലുള്ളൊരു ടെക് ജോബ് വിട്ടിട്ടാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇൻഫോ പാർക്കിലെ എനിക്ക് തോന്നുന്ന സമീപ മാസങ്ങളിൽ ഏറ്റവും വലിയ ക്രൗഡാണിത്. ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു ഇവൻ്റാണ്. എന്താണ് പേഴ്സണലി ഇവിടെ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? ഇത് രണ്ടും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ടെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി കഥ ആദ്യമായിട്ട് അനുരാജ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത് ആദ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സിനിമയുടെ കഥ ഇഷ്ടമായി. അതെനിക്ക് ഭയങ്കര എന്നെ ഇമോഷണലി മൂവ് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. അത് പറയപ്പെടേണ്ട, സിനിമയാക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന്, അത്രയും ഇമോഷൻസ് അതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നി. അതിൻ്റെ ഭാഗമാവേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് എനിക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിരുന്നു. കൂടാതെ ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഗെയിം ആണെങ്കിൽ പോലും നമ്മൾ ഒരു ലെവലിൽ നിരന്തരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന് തോന്നുമല്ലോ. അപ്പോൾ ഓരോ സിനിമയിലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഗെയിമിൽ ഓരോ ലെവൽ അപ്പ് ചെയ്യുന്നത് പോലെ ആസ് എൻ ആക്ടർ എനിക്ക് എന്തെങ്കിലും ചെറിയ ചലഞ്ചസ് എങ്കിലും എന്നെ ആസ് എൻ ആക്ടർ എന്നെ ചലഞ്ച് ചെയ്യുന്ന, അതിലൂടെ എന്നെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സിൻ്റെ ഭാഗമാവണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സ്കോപ്പ്, ഒരു പെർഫോമൻസ് സ്കോപ്പുള്ളൊരു ക്യാരക്ടറും എനിക്ക് ഈ സിനിമയിൽ ഇവർ ഓഫർ ചെയ്തു. പിന്നെ ഒരു സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ആ ടീം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ അനുരാജിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ 7th ഡേയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് അറിയാം. പിന്നെ അന്ന് കഥ പറയാൻ വരുന്ന സമയത്തെ ഷമീറുണ്ട് ഈ സിനിമയുടെ കൂടെ തുടക്കം മുതൽ. ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നതിന് മുമ്പേ
ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് ഷമീർ. അപ്പോൾ ഷമീറിൻ്റെ ജഡ്ജ്മെൻറ്റുകളും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ കുറേ സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഷമീർ ഒരു സ്പോട്ട് എഡിറ്റർ ആയിരുന്ന സമയത്ത് നിന്റെ മൊയ്തീനിൽ ഞാൻ ആ സിനിമയിൽ സഹനടനായിട്ടുണ്ടായിരുന്ന സമയത്ത് അന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് കുറേ സിനിമകൾ ഡിസ്കസ് ചെയ്യുകയും കുറേ ഇതുപോലെ സൗഹൃദം അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷം ഷമീർ ഒരു ഇൻഡിപെൻഡന്റ് എഡിറ്റർ ആവുന്നത് ഈ ഞാൻ തമാശയായിട്ട് ഷമീറിനോട് പറയുന്നത് സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്ന് ചില്ല് ഗ്ലാസ്സിലേക്ക് മാറുന്നത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് ചാർലി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഷമീർ അതിലെ സ്പോട്ട് എഡിറ്ററാണ്. അതിനുശേഷം രണ്ടാമത്തെ സ്കെഡ്യൂളിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഷമീർ ആ സിനിമയുടെ എഡിറ്ററാണ്. അപ്പോൾ അങ്ങനെ ഷമീറിൻ്റെ ആദ്യത്തെ സിനിമയിൽ എഡിറ്ററായിട്ടുള്ള ഇൻഡിപെൻഡന്റ് എഡിറ്ററായിട്ടുള്ള സിനിമയിൽ ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50ാമത്തെ സിനിമയിലും ഭാഗമാവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ 50ാമത്തെ സിനിമയുടെ എഡിറ്ററും ഷമീറാണ്. അങ്ങനെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യവും കൂടെ ഉണ്ട്. അതിനൊപ്പം ഞങ്ങൾ ഇത്രയും നാളായിട്ടുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ജഡ്ജ്മെന്റിലും അന്ന് അതിൻ്റെ പ്രൊഡ്യൂസറും കൂടെ ആയിട്ടാണ് അന്ന് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനും കൂടെ അങ്ങനത്തെ പ്ലാനിലായിരുന്നു അന്ന് ഷമീർ വന്നത്. ഷമീർ ഇതിനു മുമ്പും തണ്ണീർമത്തൻ ദിനങ്ങൾ പോലുള്ള സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇവർ വന്ന് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ സിനിമയുടെ നമുക്ക് ആരൊക്കെ ആയിരിക്കും ഇതിനകത്ത് അഭിനയിക്കുന്നതെന്നും ആരൊക്കെ ആയിരിക്കും ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന മറ്റു ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാ നല്ല ടെക്നീഷ്യൻസിനെയും നല്ല ആക്ടേഴ്സിനെയും വെച്ചിട്ട് അങ്ങനത്തെ ഒരു ടെക്നിക്കലിയും പെർഫെക്റ്റ് ആയിട്ട് ആ നല്ലൊരു കഥ എടുത്തു വെച്ചാൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആ ഉറപ്പ് എനിക്ക് ഇവരിൽ നിന്ന് കിട്ടുകയും ചെയ്തതോടുകൂടിയിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജെയ്ക്ക് സേട്ടനാണെങ്കിൽ പോലും നമ്മൾ കൽക്കിയില്ലേ, നമ്മൾ ആദ്യമായിട്ട് കൽക്കിയിൽ തുടങ്ങി, പിന്നെ ഫോറൻസിക് ചെയ്തു, ഐഡന്റിറ്റി ചെയ്തു, ഇത് ചെയ്യുന്നു, ഇനിയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ അബിൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചിട്ടുള്ള കല്യാശ്ശേരി തീസിസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് അങ്ങനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകവും വായിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ എനിക്ക് ഈ സിനിമയുടെ ത്രൂ ഔട്ട് എൻ്റെ ഒരു ഗോ ടു പേഴ്സൺ എന്ന് പറയുന്നത് ഫസ്റ്റ് അബിനാണ്. എനിക്ക് എപ്പോഴും അനുരാജന് മറ്റ് തിരക്കുകൾ ഉള്ള സമയത്താണെങ്കിലും ഞാൻ അബിൻ്റെ അടുത്താണ് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഈ കഥാപാത്രത്തിൻ്റെ ഡയലോഗുകൾ അബിൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യിപ്പിച്ച് അയക്കുമായിരുന്നു. എനിക്കൊരു സ്ലാങ്ങിൽ കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഇതിൽ പ്രിയമത, ഞാൻ തൊട്ടപ്പൻ കണ്ട ആ സമയത്ത് പ്രിയമതയ്ക്ക് തൊട്ടപ്പനിൽ സ്റ്റേറ്റ് അവാർഡ് അന്ന് കിട്ടിയിട്ടുള്ള ആളാണ്. ആദ്യത്തെ സിനിമയല്ലേ അത്, ആദ്യത്തെ സിനിമയിൽ സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ആളാണ്. അപ്പോൾ തൊട്ടപ്പൻ കണ്ടിട്ടുണ്ട്, അതിനകത്തുള്ള പെർഫോമൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങൾക്കൊരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. അതുപോലെ ആര്യ, എൻ്റെ ചേച്ചിയായിട്ട് ഞങ്ങൾ മിന്നൽ മുരളിയിൽ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് അഭിനയിച്ചതാണ്. ഈ സിനിമയിൽ വരുന്ന സമയത്ത് വേറൊരു ഈക്വേഷനിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതും വലിയ സന്തോഷമുള്ളൊരു കാര്യം. അതുപോലെ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഷിയാസ്കിയും ടിപ്പും ഈ സിനിമ ഇങ്ങനൊരു സിനിമ പ്രൊഡക്ഷനിലേക്ക് വന്ന്. ഇന്ത്യൻ സിനിമ കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചും ആദ്യത്തെ സിനിമയുമാണ് നരിവേട്ട. നിങ്ങളിവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഒരു ആർട്ടിസ്റ്റ് ലൈവായിട്ടൊരു ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. അദ്ദേഹം നമ്മൾ വന്ന് ഈ ഒരു ഫ്യൂ മിനിറ്റ്സ് കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അജയ് വി ജോൺ എന്നാണ്. ഇൻവൈസർ എന്ന് പറഞ്ഞ കമ്പനിയിലെ എംപ്ലോയി ആണ്. എല്ലാവരും ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് ഈ ഒരു ആർട്ടിസ്റ്റിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അത് റിവീൽ ചെയ്യാൻ പോവുകയാണ്.
നമ്മൾ ഓഡിയൻസ് ഇന്ററാക്ഷനിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ഇവിടെ എൻ്റെ പേര് ഉനൈസ. ക്വസ്റ്റ്യൻ ആക്ച്വലി എനിക്കറിയില്ല, ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ടോവിനോയുടെ അടുത്ത് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഒരു താരമായി അറിയപ്പെടാനാണോ ഒരു സ്റ്റാറായി അറിയപ്പെടാനാണോ ഇഷ്ടം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. ഓ സോറി, ഓക്കെ കറക്ഷൻ സോറി. ഇപ്പൊ എല്ലാരും കേട്ടല്ലോ ക്വസ്റ്റ്യൻ, മനസ്സിലായല്ലോ. അതായത് ഒരു നടനായി അറിയപ്പെടാനാണോ ഒരു സ്റ്റാറായി അറിയപ്പെടാനാണോ ഇഷ്ടം? അതായത് ഇത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇതിനോടകം തന്നെ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഒരു നടനായിട്ട് അറിയപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നല്ലവനും അത്രയൊന്നും നല്ലവനല്ലാത്തവനും വില്ലനും കൊമേഡിയനും അല്ലെങ്കിൽ എന്ത് തരം ക്യാരക്ടർ ചെയ്യാനും എനിക്ക് ഒരു വലിയ സ്വാതന്ത്ര്യമാണ് ഒരു നടൻ എന്നുള്ള ലേബൽ നമുക്ക് തരുന്നത്. പക്ഷേ ഒരു സ്റ്റാർ എന്നുള്ള ലേബിള് നമുക്ക് ചില സമയത്തെങ്കിലും ചില സിനിമകൾ ചെയ്യുമ്പോഴെങ്കിലും സ്റ്റാറായിട്ട് അറിയപ്പെടുന്ന ഒരു ആക്ടറിൽ നിന്ന് ചിലപ്പോൾ ഓഡിയൻസ് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും, അവർ ഡിമാൻഡ് ചെയ്യും. അത് ഡെലിവർ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. കാര്യം എനിക്കതിന് ചിലപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയെന്ന് വരില്ല. ഞാനെപ്പോഴും ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ജോലികളിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇപ്പം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എനിക്ക് എന്നാണ്. അപ്പോൾ ആ ലേബിൾ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടവും കൺവീനിയൻറ്റും കുറച്ചും കൂടെ ഒരു സുഖവും സന്തോഷവും ഒക്കെ തരുന്നത്. മറ്റേത് കുറച്ചും കൂടെ വലിയ വേറെ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, വിച്ച് ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക്. എനിക്ക് ഒരു നടൻ എന്നുള്ള നിലയ്ക്കുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാനാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. Hi, this is Arun Kumar from Sime Labs and Shilpa from Sime Labs. So we saw the trailer and we can see the hard work of the entire cast and the crew. So my question is, what inspired you to take this story and what hurdles you had? Because bringing a real story to a big screen is a very big challenge. So what inspired you to have this movie? Actually, Abhin told me the first time the full narration of the story, and I have some commitment towards the society also. That's why I firstly picked the story. That is the only reason. Basically. So we saw the hard work. So as part of Sime Labs, we are providing tickets for all our employees to watch this movie. Thank you, sir. Thank you very much. ഈ കയ്യടി പോരാ, ആൻഡ് ഐ വാണ്ട് ദ റെസ്പെക്റ്റഡ് പേഴ്സൺ ടു ബി ഓൺ സ്റ്റേജ്. സർ, കൻ യു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്? മറ്റ് കമ്പനികളൊക്കെ കണ്ടു അതെ, ഇവിടെ മാനേജേഴ്സ്, സീനിയർ മാനേജേഴ്സ് എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് സർ, കുഡ് യു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്? ഒരു നല്ല കയ്യടി കൊടുക്കും മക്കളെ, ഇതുപോലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടേ? എവിടെ employees of this company ഇവിടെ ഉണ്ടോ? Are you here? Are you guys happy? നിങ്ങൾക്ക് സന്തോഷം ഒന്ന് അറിയിച്ചേ. സർ താങ്ക് യു സോ മച്ച്. സാറിനെ പോലെയുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ആവശ്യം, അല്ലേ? ഇതുപോലെ എല്ലാ സിനിമകൾക്കും ഞങ്ങൾ ഇവിടെ തന്നെ പ്രൊമോഷൻ, വിൽ ബി കമ്മിങ് ഹിയർ മോർ ഓഫൺ ആൻഡ് പ്ലീസ് സെൻഡ് യുവർ എംപ്ലോയീസ് ഫോർ ഓൾ ആർ മൂവീസ്. താങ്ക് യു ഫോർ റെപ്രസെന്റിംഗ് യുവർ കമ്പനി Sime Labs. It's been a great honor to extend our wishes as part of Sime Labs. Great success for this movie, especially for this stellar cast, and big salute to director and the production team, the Indian Cinema Company, for backing up this film. All the best, and we wish great success and love from all the audience across the country. Yeah. Thank you very much. Thank you all. തുടരും എന്നുള്ള പേര് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പേരാണ്. ഏത് സെഗ്മെന്റിലുള്ള സംഗതികൾ ഇപ്പോൾ തുടരും ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജെയ്ക്സിൻ്റെ ഒരു വിജയത്തുടർച്ചയാണല്ലോ തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ജെയ്ക്സ് ചെയ്യുന്ന സിനിമയാണ്. പക്ഷേ സമാന സമയത്തായിരുന്നു ഈ സിനിമയുടെ മേലിലുള്ളൊരു
വിശ്വാസം എന്താണ്? ഈ സിനിമ ഉറപ്പായും ഇതിൽ കുറച്ചുകൂടി യുണീക്കായിട്ടുള്ള, കുറച്ചുകൂടി ഫോക്കായിട്ട് അയ്യപ്പനും കോശിയൊക്കെ സമീപിച്ചതിന് സമാനമായിട്ട് ജെയ്ക്സ് കുറച്ചുകൂടി റിസർച്ച് ഡ്രിവൺ ആയിട്ട് സമീപിച്ചൊരു സിനിമ കൂടിയാണല്ലോ. എന്താണ് നെരിവേട്ടയുടെ മ്യൂസിക്കിനെ കുറിച്ച്, BGയെ കുറിച്ച്, നെരിവേട്ടയെ കുറിച്ച്, ടോവിയെ കുറിച്ച്, അൻറ്റാനെ കുറിച്ച്, ബാക്കി എല്ലാവരെ കുറിച്ചും പറയാം. ഹലോ ഇൻഫോ പാർക്ക്. എൻ്റെ സിനിമാ കൂട്ടായ്മ കഴിഞ്ഞാൽ ടോബി പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൂട്ടായ്മയാണ് ടെക് കൂട്ടായ്മ. ഞങ്ങളെല്ലാം എഞ്ചിനീയേഴ്സാണ്. അപ്പം നിങ്ങളുടെ ഈ ബ്ലോക്ക് മേ ബി എ കിലോമീറ്റർ ഫ്രം ഇയർ അഡ്ജസ്റ്റന്റ് കോളേജിലാണ് ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ 4 years ബിടെക് ഒക്കെ പഠിച്ച് ആ സമയത്തും ഈ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടന്നു. പിന്നീട് മാസ്റ്റേഴ്സ് ചെയ്തു, ജോലി ചെയ്തു. ഈ ക്യൂബിക്കലിൽ തന്നെയായിരുന്നു ഞാനും ഓൾമോസ്റ്റ് ഒരു ഗുഡ് 9 years of my life. So I totally get all of you and huge respect for what all you're doing. And we are on the forefront of tech innovations and ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ റിലാക്സേഷൻ ആയതെന്ന് അറിയാം. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കമ്പനി വെക്കുന്നതും ടെക് കമ്മ്യൂണിറ്റീസ് ആയിട്ടാണ്. ഗെയിം ഓഡിയോ, AI ഡ്രിവൻ മ്യൂസിക്, ജനറേറ്റീവ് മ്യൂസിക്, ഇങ്ങനത്തെ പരിപാടികളാണ് എനിക്കിഷ്ടം. സോ അപ്പം നിങ്ങളോട് ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക്, ഒരു കമ്പാനിയൻ എന്ന നിലയ്ക്ക് ഹ്യൂജ് ഹൈസ്. നരിവേട്ട എന്ന് പറയുമ്പോൾ അനുരാജിൻ്റെ പറ്റി ആദ്യം പറയേണ്ടത്. അതായത് നമ്മുടെ ചുരുക്കം ചില ഡയറക്ടേഴ്സിൽ വെറുതെ സിനിമ എടുത്തു പോകാന്നല്ല, അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അനുരാജിൻ്റെ ഇഷ്ക് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പടമാണ്. എന്തെങ്കിലും സിനിമയിലൂടെ യു ഷുഡ് തിങ്ക് ട്വൈസ്. ഞാൻ ഉന്നയിക്കുന്ന എൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഞാൻ ഉന്നയിക്കുന്ന എൻ്റെ വിഷയം സിനിമയിലൂടെ പുറത്ത് കൊണ്ടുവരണമെന്നും മസ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അനുരാജ്. അതിനെ എത്രത്തോളം എന്റർടൈനിങ് ആയിട്ട് പാക്കേജ് ചെയ്യാൻ പറ്റുന്നതാണ് എബിനും ഷമീറും ഞങ്ങളൊക്കെ ചെയ്തെന്ന് നോക്കുന്നത്. ആൻഡ് ദ മൂവീസ് കം ഔട്ട് റിയലി ഗുഡ്. ഞാൻ ഓവർ എക്സാജറേറ്റ് ചെയ്യുന്ന തള്ളുക എന്ന് പറയും, ബട്ട് ദ മൂവീസ് കം ഔട്ട് റിയലി വെൽ. ആൻഡ് ടോവിയുടെ സമീപകാലത്ത് അവിടെ ദ ബെസ്റ്റ് പെർഫോമൻസസിൽ ഒന്നാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ഈ സിനിമ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം നമ്മൾ ഓവർസീ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് മുമ്പിൽ നടന്ന കുറേ കാര്യങ്ങൾ. ആ വോയിസ് ഓഫ് ദ വേടൻ്റെ പാട്ടിലെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്സിലെ ശരിക്കും ഉള്ള വോയിസ് ആണ് ഈ സിനിമ. അവരുടെ റെപ്രസെൻറ്റേഷനാണ് നരിവേട്ട എന്ന് പറയുന്നത്. ഐ തിങ്ക് അതാ ഞാൻ സ്കോർ ചെയ്യാൻ നേരത്തെ ഐ വാസ് ജസ്റ്റ് ഫീലിംഗ് ദേ വോണ്ട് ദി സ്റ്റോറി ടു ബി ടോൾഡ്. അപ്പം ഞങ്ങളെ ഒരു മീഡിയമായിട്ട് വെച്ച് ആ സ്റ്റോറി അവർ പറയുകയാണ് നരിവേട്ടയിലൂടെ. ആൻഡ് അതിനെ മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് നമ്മൾ പാക്കേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്കും ഓഫീസർ കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ തുടരും കഴിഞ്ഞ്, ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ദിസ് ഇസ് ദ മൂവി ദാറ്റ് ഐ ലാൻഡഡ്. അതിൽ നമ്മൾ വയനാട്ടിൽ പോയി അവിടുത്തെ ഒറിജിനൽ മ്യൂസിക് റിസർച്ച് ചെയ്തു, അത് സാമ്പിൾ ചെയ്തു, അത് തന്നെ സ്കോറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെ സമ്മപ്പ് ചെയ്യുന്ന ഇതിൻ്റെ ഇതിൽ കുറേ പാട്ടുകളുണ്ട്. ആക്ച്വലി സിദ് ശ്രീറാം അനുരാജിന് വേണ്ടി നമുക്ക് വേണ്ടിയാണ് പുള്ളി പറയുവാൻ പാടിയത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം പാടി. പിന്നെ പാലാപ്പള്ളി പാടി അതുൽ ഇതിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിലുപരി ഇതിൻ്റെ ടൈറ്റിൽ ഒരു പാട്ടുണ്ട്, ദ സോങ് ദാറ്റ് ഡിപിക്സ് വാട്ട് ദ മൂവി ഈസ് അബൌട്ട്. അപ്പം ഞാനും അനുരാജ് ഇത് ക്രാക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഞാനൊരു പാട്ട് ചെയ്തു. എന്ന് പറഞ്ഞു ഇതല്ല ചേട്ടാ, ഇതിനകത്ത് വേറെ എന്തോ സാധനം വരാനുണ്ട്. അങ്ങനെ നമ്മുടെ ആസ്ഥാന എന്താ പറയുക, ഈ ഫോക്ക് മ്യൂസിക് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള അൻവർ ഖാനെ വിളിച്ചു. അൻവർ ഖാൻ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട്, അൻവർ ഖാൻ ഇങ്ങനെ ഒരു സാധനത്തിൽ സ്റ്റക്കാണ്, ഞങ്ങൾക്ക് ഒരു തോട്ട് വേണം അൻവർ ഖാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യം എഴുതി അത് പിന്നെ ഞങ്ങൾ റീവർക്ക് ചെയ്തു. സെക്കൻഡ് ടൈം ഒരു സാധനം എഴുതി എൻ്റെ മനസ്സിൽ അത് ശരിക്കും കൊണ്ടു. ഞാൻ രണ്ടുപേരും അതൊന്ന് പാടിക്കോട്ടെ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ. അതാണ് ഈ പടത്തിനെ ഒന്ന് സമ്മപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഈ അൻവർക്ക് എഴുതിയ ഈ വേഴ്സിലുണ്ട്. ഞാൻ വലിയ ഗ്രേറ്റ് സിംഗർ ഒന്നുമല്ല, പക്ഷേ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുന്നു. കാറ്റിനു മെയ്യാൻ മഴമേഘം, കോടയ്ക്കുറങ്ങാൻ മലമേട്, ഈണത്തിനൂറ് മുളങ്കാട്, ഓരിക്കു ദേശമിരുട്ട്. ഒന്ന് കൈ അടിച്ചാൽ എനിക്ക് ടൈമിംഗ് തരാമോ? കാറ്റിനു മെയ്യാൻ മഴമേഘം, കോടയ്ക്കുറങ്ങാൻ മലമേട്, ഈണത്തിനൂറ് മുളങ്കാട്, ഓരിക്കു ദേശമിരുട്ട്. ആദിവാസിക്കോ പേക്കിന കൊമ്പിലോരേറുമടം ധനഭയം, ആദിവാസിക്കോ പേക്കിന കൊമ്പിലോരേറുമടം ധനഭയം. ഇതാണ് നിങ്ങളുടെ ടൈറ്റിൽ കേൾക്കാം. ഫസ്റ്റ് നിങ്ങളാണ് ഇപ്പൊ കേട്ടത്. അപ്പം ഈ ഒരു കാര്യങ്ങളിൽ ഒരുപാട് അനുരാജിന്റെ എന്താ പറയാ ഡീപ്പ് റിസർച്ചും അബിന്റെയും
പിന്നെ അതുപോലെ പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു എഫേർട്ടാണ് നരിവേട്ട. ആൻഡ് ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഇത് നിങ്ങളും ആ വോയിസ് ഓഫ് ദ വോയിസസ് ഞാൻ പറഞ്ഞ അവരുടെ ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളും പോയി തിയേറ്ററിൽ പോയി പടം കാണണം. ഐ തിങ്ക് ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ. അത് പറഞ്ഞുകൊണ്ട് താങ്ക് യു. ടൊവി 50 എന്ന് പറയുന്നത് ഇത് SM50 ആണല്ലോ സിനിമ. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഭയങ്കര സർപ്രൈസ് ആയിട്ട് ട്രെൻഡ് സെറ്ററായി മാറിയ ഈ പ്രേമലുവിൻ്റെ യാത്ര പോലും തുടങ്ങുന്നത് തണ്ണീർമത്തന് ശേഷമാണ്. അങ്ങനെ ഒരു സിനിമ ജോമോനൊപ്പം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ച ആൾ അടുത്തതായി പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ച സിനിമകളിൽ ഒന്നായിരുന്നു നരിവേട്ട. സ്വാഭാവികമായിട്ടും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികം, നിങ്ങൾക്ക് അതിലൊരു വലിയ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു നരിവേട്ട നിർമ്മിക്കാൻ ആദ്യമായിട്ട് എടുത്ത തീരുമാനത്തിന് മുന്നിൽ? അതിനുശേഷം അതിൻ്റെ എഡിറ്ററായിട്ട് വരണമെങ്കിൽ കൂടി അതിൽ ഒട്ടും കുറയാത്തൊരു വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടല്ലോ. കഥ തന്നെയാണ്. അനുരാജിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് തണ്ണീർമത്തനായാലും ഫസ്റ്റ് ഗിരീഷൻ്റെ അടുത്ത് നിന്ന് കഥ പറയുമ്പോൾ കഥ അത്രയും വർക്കായിരുന്നു. അതുപോലെ തന്നെയാണ് നരിവേട്ട. പക്ഷേ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു സമയത്ത് മാറിയപ്പോൾ ടൊവിയുടെ കറക്റ്റ് ആ ഡേറ്റിൽ നമുക്ക് വേറെ ഒരു സെറ്റപ്പ് റെഡി ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അനുരാജിൻ്റെ തന്നെ സുഹൃത്താണ് ടിപ്പു. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിട്ടാണ് ടിപ്പും ഷിയാസ്കിയും ഈ പടം ചെയ്തത്. കാരണം അവർ ആദ്യത്തെ പടമാണെങ്കിലും അവർ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട ലൊക്കേഷനിൽ വേണ്ട എല്ലാ കാര്യങ്ങളും. ഇത് ഒരു വലിയ പടം ആക്ച്വലി, നല്ല ബഡ്ജറ്റായിട്ടുണ്ട് ഈ പടത്തിന്. അത്രയും പൈസ ചിലവാക്കി ഈ പടത്തിന് അവർ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ആണെങ്കിൽ ഇത്രയും കുറച്ചും കൂടെ ഒക്കെ പിടുത്തം ആയാണ്. പക്ഷേ ഇത് ഞങ്ങളൊക്കെ നല്ല പ്രൊഡ്യൂസറായിരുന്നു ഇപ്പോൾ ഇവർ ചെയ്തത്. ടൊവിനോ ഫാൻസിൽ ഒരു ശക്തമായ ഒരു നേതൃത്വമുള്ളത് കുറച്ച് കുട്ടി പട്ടാളങ്ങളുണ്ട് അല്ലേ? എനിക്കൊന്ന് മിന്നൽ മുരളിയൊക്കെ കണ്ട് കുറേ ഫാൻസ് ഉണ്ട്. സോ ആ എല്ലാ കുട്ടി പട്ടാളത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു കുട്ടി ഇവിടെ ടൊവിക്ക് ഒരു സെൽഫി വേണം അല്ലേ? ആണോ? എന്താ വേണ്ടേ? യെസ്, സെൽഫി എടുക്കണോ? എന്ന് നമുക്ക് വിളിച്ചാലോ? പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഒരു നല്ല കയ്യടി കൊടുത്തേ. ഈ മിന്നൽ മുരളിയൊക്കെ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെയാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇവരൊക്കെ വലുതാവുമ്പോഴാണ് ഞാൻ എന്റെ പ്രൈവറ്റിലേക്ക് എത്താൻ പോകുന്നത്. As I told before, ഈ സിനിമയിൽ ഈ റൊമാൻറ്റിക് സോങ്ങിലുള്ള ആളവിടെ സൈഡിൽ ഒലിഞ്ഞി മാറി ഒരു ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് നിൽക്കുവാണ്. സോ ആദ്യമായിട്ടാണോ ഒരു റൊമാൻറ്റിക് സോങ് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീൽസിലൊക്കെ ട്രെൻഡിങ് ആണ് ഈ പാട്ട്. സോ കെൻ യു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്? ആദ്യം തന്നെ വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ വിശ്വസിച്ച് എന്നെ കഥാപാത്രം ഏൽപ്പിച്ചു. ആൻഡ് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതിലും അധികം സന്തോഷം. ഓൾസോ നമുക്കിപ്പോൾ ഒരുമിച്ച് അനൗൺസ് ചെയ്യാം, മിന്നൽ വലയുടെ ഒരു റീൽ കോൺടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ? സോ ഈ റീൽ കോൺടെസ്റ്റിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ദുബായിൽ ഒരു പാക്കേജ് ആണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. സോ ബാക്ക് ടു ഓഡിയൻസ് ഇന്ററാക്ഷൻ. ഇനി ആരാണ്? മൈസെൽഫ് ഫലക് ഫ്രം ഫിൻജൻ. എനിക്ക് ചോദിക്കാനുള്ളത് ടൊവിനോടാണ്. ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ ജോണറിൽ വരുന്ന മൂവിയാണ് നരിവേട്ട. അപ്പോൾ ഇത്തരം ഒരു ജോണറിൽ വരുന്ന മൂവീസിൽ ടൊവിനോനെ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മൂവി പറയാമോ? കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചില സിനിമകളുണ്ടല്ലോ നമ്മളുടെ ചിന്താഗതിയെ തന്നെ മാറ്റി മറയ്ക്കാവുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി വെറുതെ ചാനൽസ് സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു അൻപേ ശിവം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൻ്റെ തുടങ്ങുന്ന സമയത്ത് ഞാനത് കണ്ടു തുടങ്ങി. അത് രാത്രി 12 മണിക്കാണ് കേട്ടോ ഞാനത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അത് തുടങ്ങുന്നത് കണ്ടത്. ഞാൻ ബീയിങ് കമൽ ഹാസൻ ഫാൻ, അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ പാട്ടുകൾ മാത്രമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് കണ്ടു തുടങ്ങി. ഞാനത് തീരുന്നത് വരെയും ഞാനത്
ഇരുന്ന് കാണുകയും അത് എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി മൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്തുള്ള പെർഫോമൻസസ് ഒക്കെ ഗംഭീരമാണ്, പക്ഷെ അതിനേക്കാളും അതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യണമെന്ന് ആ രാത്രി എനിക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. പല സിനിമകൾക്കും അങ്ങനെ ഒരു പവറുണ്ട്. ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയമാണ് സിനിമയ്ക്ക് ചിലപ്പോൾ പലർക്കും ഒരു ഐ ഓപ്പണർ ആവാൻ, ഒരു ട്രിഗർ ആവാനൊക്കെ ഉള്ള ഒരു അത്രയും മാത്രം ഇൻഫ്ലുവൻസ് ഉള്ളൊരു മീഡിയമാണ്. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യമാണെങ്കിൽ പോലും ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എത്ര പേർക്ക് ഇതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും അന്ന് ടി വിയിലൊക്കെ കണ്ട നമുക്ക് ഭൂരിഭാഗം കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് ടി വിയിൽ കണ്ടതോ പേപ്പറിൽ വായിച്ചതോ ഒക്കെ ആയിട്ടുള്ള അറിവുകളേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നവരിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമായിരിക്കും. അതിനപ്പുറത്തൊക്കെ കുറേ കാര്യങ്ങൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. നമ്മളിലേക്ക് അത് വാർത്തയായിട്ട് എത്തുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താ അറിയണോ അത്രമാത്രമാണ് നമ്മളിലേക്ക് പലപ്പോഴും പല വാർത്തകളും എത്തിയിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ജെക്സേട്ടൻ പറഞ്ഞ പോലെ ഒരു വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ അവരുടെ ശബ്ദം ആരും കേൾക്കാതായി പോകും. ഇപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമ്മൾ പ്രിവിലേജ്ഡ് ആണ്. അത്രയും പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പ്രിവിലേജ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ വോയിസ് ചുറ്റുമുള്ളവർ കേൾക്കുന്നു, അത് നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അത്രമാത്രം പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു നാടിൻ്റെ നിയമം. ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഒരു കാടിൻ്റെ നിയമമെങ്കിൽ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വീക്കസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് നാടിൻ്റെ മനുഷ്യൻ്റെ ഒരു നിയമമാകേണ്ടത്. സോ അതുകൊണ്ട് തന്നെ താങ്ക് യു. നമ്മൾ ഇപ്പം ടോബി ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മൾ കുറേ സമരത്തിൻ്റെ ഒക്കെ കുറേ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വന്നു ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിന്. സോ അപ്പം അങ്ങനൊരു ചിത്രം ചെയ്യാൻ നേരത്ത് ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ടോബി എടുത്തത്? ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് ഇവർ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ തന്നെ എൻ്റെ ഇമോഷൻസും എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കും ഒക്കെ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും അന്ന് ഷമീറും ഒക്കെ കൂടെ എൻ്റെ അടുത്ത് അന്ന് വന്നത്. അതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലാണ് എനിക്ക് പ്രിപ്പറേഷൻസ് വേണ്ടി വന്നിരുന്നത്. ആ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഥാപാത്രം വരുന്ന സ്ഥലം, അപ്പോൾ അതിൻ്റെ ഒരു പ്രാദേശിക സ്ലാങ്ങിൽ അയാൾ സംസാരിച്ചാൽ കുറച്ചും കൂടെ ആ കഥാപാത്രം റിലേറ്റബിൾ ആവും എന്നുള്ള കാരണം കൊണ്ട് അതിനും ഞാൻ ഇവരെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ പ്രധാന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനോ അങ്ങനെ ഒന്നും വേണ്ടിയിരുന്ന ഒരു സിനിമ അല്ലായിരുന്നു. പക്ഷെ മെൻ്റലി ഈ ക്യാരക്ടറിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ഈ സ്ക്രിപ്റ്റ് വീണ്ടും വീണ്ടും വായിക്കുന്നു. അത് ആ സ്ക്രിപ്റ്റ് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യാനായിട്ടും ഒക്കെ അങ്ങനെ ഞാനും അനുരാജും അഭിനും ഷമീറൊക്കെ കൂടെ 2 ദിവസം ഒരുമിച്ച് താമസിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ഏകദേശ രൂപം ആയതിനു ശേഷം നമ്മൾ ഷൂട്ട് തുടങ്ങി. അതിനുശേഷം ഷൂട്ട് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുന്നതിൽ നമ്മൾ സുഹൃത്തുക്കളാണ്, നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% നമ്മൾ ഈ വർഗീസ് പീറ്റർ എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രത്തെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ അവരെന്നോടും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, ഇതിലേ പോകാൻ നേരത്ത് ഇവിടെ ഒന്ന് സ്ലോ ചെയ്യണം കേട്ടോ, ഒരു സെൽഫി എടുക്കാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. ഒരു കുട്ടി ടോവിയുടെ പടം വരച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. എവിടെയാണ്? ക്യാൻ യു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്? ഒരു നല്ല കയ്യടി കൊടുത്തേ. ഇതിപ്പോ വരച്ചതാണ് ലൈവായിട്ട്. ഇവിടെ നിൽക്കുന്ന ഞാൻ ആണ് അക്ഷയ്, ആർട്ട് ബൈ അക്ഷയ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓ പിന്നെ
പ്രേക്ഷകർ വളരെയധികം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ടോവിയോട് ഞാൻ ചോദിക്കാൻ പോവാണ്. ഉണ്ണി മുകുന്ദൻ ഡയറക്ടോറിയൽ ഡെബ്യൂ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴാണ് ടോവിയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആൻഡ് വാട്ട് ജോണർ വിൽ ഇറ്റ് ബി? അത് ഉണ്ണി അത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതെനിക്ക് നേരത്തെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു. ഇപ്പം ഇത് അനൗൺസ് ചെയ്തു. അതിൽ ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ വിജയങ്ങളും ഈ പുതിയ തുടക്കത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ടിങ്ങിലാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധ മറ്റ് ഒരു സ്ഥലത്തേക്കും പോകണ്ട, ഇതിൽ തന്നെ നിന്നാൽ മതി എന്നാണ് തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ പറ്റില്ല, മനുഷ്യന്മാരല്ല, ചിലപ്പോൾ കാലക്രമേണ എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയായി എന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിലും എനിക്കറിയില്ല, ഇത് ഞാൻ ചിലപ്പോൾ വളരെ വളരെ ഒരു ചെറിയ ഇല്ല അടിയിടി സിനിമ ഒരിക്കലും ആയിരിക്കില്ല. ഒരു ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു കഥപ്പടവും ആ കഥപ്പടവും കൊണ്ട് വല്ല ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിലൊക്കെ പോവുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ചോദ്യം ചോദിച്ചപ്പോൾ അനുരാജന്റെ എക്സ്പ്രഷൻ ആയിരുന്നു കാണണ്ടേ, ഇവൻ എനിക്കൊരു വില്ലൻ ആവോ എന്നൊരു ചെറിയ ഇല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തൽക്കാലം ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ചോദ്യത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവന്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ജൂനിയർ NTRന്റെ കൂടെ തെലുഗുവിൽ ഒരു പടം ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞു, ശരിയാണോ? ഇല്ല, ചെയ്തിട്ടില്ല കേട്ടോ. ഇത് അതാരാ ചെയ്യാൻ പോവാണ്, അനൗൺസ് ഇല്ല, ഞങ്ങൾ കേട്ടു. ചെയ്തിട്ടില്ല കേട്ടോ, ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ പടത്തിനെ കുറിച്ച് പറയണ്ട, പക്ഷെ തെലുഗുവിൽ അത്യാവശ്യം പെരുമാറാൻ 2 സെന്റൻസ് അറിയാലോ. അപ്പൊ നരിവേട്ട കാണണം എന്ന് തെലുങ്കിലൊന്ന് പറയാമോ? ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ ഓഡിയൻസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ തെലുഗു അറിയാം? ഒന്ന് കൈമുഖം. ഓക്കെ, എന്നാ ഞാൻ പറയുന്നില്ല, കുറെ ആൾക്കാർക്ക് അറിയാം. ആർക്കും അറിയില്ല പറയാം. അല്ല, എനിക്കറിയില്ല, സത്യമായിട്ടും തെലുങ്ക് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, നമുക്ക് പഠിച്ചിട്ട് അടുത്ത തരംഗിന് വരാം. ഓക്കെ, സോ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു സെൽഫി എടുക്കാം എല്ലാവർക്കും കൂടെ. തരംഗ് 2025 നമ്മൾ എന്താ പറയാ, ഇന്നത്തെ ഒരു ദിവസം, നരിവേട്ട വന്നൊരു ദിവസം നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു എല്ലാവർക്കും ഒരുമിച്ച് ഒരു സെൽഫി എടുക്കാം. യെസ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു സെൽഫി എടുത്താൽ ആരോ ഇരിക്കുന്നു എന്നേ മനസ്സിലാവൂ, ആരാ ഇരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എടുക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പോകുന്നൊരു സെൽഫി വീഡിയോ ഇതിന്റെ ഓപ്പറേറ്റർക്ക് അതല്ലേ ബെസ്റ്റ്? അപ്പൊ ബാക്കിയുള്ള എല്ലാവരും കാണാൻ പറ്റും, അതുകൊണ്ടാണേ. അങ്ങോട്ട് നോക്കിക്കോ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ നല്ലതും മാത്രം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സന്തോഷവും സമ്പത്തും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ലവ് യു ഓൾ.